ഹലോ ഗൈസ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. നമ്മുടെ മൂകാംബിക യാത്രയുടെ രണ്ടാമത്തെ വീഡിയോ ആണിന്ന്. ആദ്യത്തെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവരത് കാണണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്തേക്കൂ കേട്ടോ. അപ്പം ഈ വീഡിയോയിൽ ശങ്കരാചാര്യർക്ക് മൂകാംബിക ദേവി ദർശനം കൊടുത്ത കുടജാദ്രിയിലെ സർവജ്ഞപീഠം തേടി ഞങ്ങൾ പോകുന്ന യാത്രയാണ് നിങ്ങളിന്ന് കാണാൻ പോകുന്നത്. മൂകാംബിക ക്ഷേത്രത്തിലെ ദർശനം കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് ഒരു 2:30 ഞങ്ങളുടെ കുടജാദ്രിയിലേക്കുള്ള യാത്ര ആരംഭിച്ചത്. കൊല്ലൂർ പോലീസ് സ്റ്റേഷന്റെ അടുത്തുള്ള ജീപ്പ് സ്റ്റാൻഡിൽ നിന്ന് ജീപ്പ് ഹയർ ചെയ്തിട്ടാണ് നമുക്ക് കുടജാദ്രിയിലേക്ക് പോകാൻ സാധിക്കുക. 8 പേരിറങ്ങി ഒരു ജീപ്പിന് 3600 രൂപയാണ്. കൂടാതെ ഒരാൾക്ക് 70 രൂപ ഫോറസ്റ്റിൽ എൻട്രൻസ് ഫീയും കൊടുക്കേണ്ടി വരും. അപ്പം ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തത് ഏകദേശം ഒരു 2:45 അപ്പോൾ കൊല്ലൂരിൽ നിന്ന് കുടജാദ്രിയിലേക്ക് പോയി തിരികെ വരാൻ വേണ്ടിയിട്ട് ഏകദേശം നമുക്ക് 5 മണിക്കൂർ വേണം. അതിൽ 1.5 മണിക്കൂർ പോകാനും 1.5 മണിക്കൂർ തിരിച്ചു വരാനും പിന്നെ 1.5 മണിക്കൂർ നമുക്ക് അവിടെ നടന്ന് സർവജ്ഞപീഠം കണ്ട് തിരികെ വരാനും വേണ്ടിയിട്ടാണ്. ഞങ്ങളുടെ ജീപ്പ് യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഒരു ഹാഫ് ആൻ അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ഹോൾട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ സ്ഥലത്തിന്റെ പേര് നിട്ടൂർ എന്നായിരുന്നു. അപ്പം ഇവിടുന്ന് നമുക്ക് ചായയും സ്നാക്സും ഒക്കെ കഴിക്കാം. കൂടാതെ നമുക്ക് പോകുന്ന വഴിക്ക് കുടിക്കാനും വെള്ളം, പിന്നെ എന്താണ് ട്രെക്കിംഗ് സമയത്ത് എന്തെങ്കിലും സ്നാക്സ് അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സ് എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടുന്ന് വാങ്ങാൻ പറ്റും. അതുപോലെ ഓഫ് റോഡിങ് ടൈമിൽ നന്നായിട്ട് പൊടിയൊക്കെ ആയിരിക്കും. അപ്പോൾ മാസ്ക് ഒക്കെ വേണമെങ്കിലും നമുക്ക് ഇവിടുന്ന് വാങ്ങാം. അങ്ങനെ ഞങ്ങൾ ചായയും സ്നാക്സ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങളുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പം നമ്മൾ ഫോറസ്റ്റിന് ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എൻട്രി ഫീസും കൊടുത്തിട്ട് നമ്മുടെ അഡ്രസ്സൊക്കെ എഴുതി കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ ഓഫ് റോഡിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം നല്ല ഓഫ് റോഡിങ് ആണ്. അതുകൊണ്ട് ഹെവി ആയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എപ്പോഴെങ്കിലും മൂകാംബികയിൽ വരുവാണെങ്കിൽ കുടജാദ്രി ഒരിക്കലും മിസ് ചെയ്യരുത്. കുറച്ചെങ്കിലും നടക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഒരിക്കലെങ്കിലും കയറി പോയി സർവജ്ഞപീഠം കാണേണ്ടതാണ്. ശരിക്കും അതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ഓഫ് റോഡിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പം ഏകദേശം മലയുടെ മേലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പം ജീപ്പെല്ലാം ഇവിടെയാണ് പാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ഒരു 1.5 കിലോമീറ്റർ മേലെ മലയുടെ മേലെ കയറി പോയി വേണം സർവജ്ഞപീഠം കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ നടന്ന് ആദ്യം ചെല്ലുമ്പം ഒരു ക്ഷേത്രമുണ്ട് കേട്ടോ. അത് കാളഭൈരവന്റെ ക്ഷേത്രമാണ്. അപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് മൂകാംബിക ദേവി മൂകാസുരനെ സംഹരിച്ച ത്രിശൂലം ഇവിടെ ഉണ്ടെന്ന് അവർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പോയി അതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. 2400 വർഷം പഴക്കമുള്ള 32 അടി നീളമുള്ള ഒരു ത്രിശൂലമൊക്കെ ഇവിടെ ഉണ്ട്. അങ്ങനെയൊക്കെയാണ് ഇവർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്. ശരിക്കും കാണാനൊക്കെ ഒരു കൗതുകമുള്ള കാഴ്ചകളൊക്കെ തന്നെയാണ് കേട്ടോ ഇത്. അങ്ങനെ ഞങ്ങൾ ഈ ക്ഷേത്രത്തിൽ ദർശനമൊക്കെ ചെയ്തിട്ട് ഞങ്ങളുടെ ട്രെക്കിംഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇവിടെ സൈഡിലൊരു റെസ്റ്റ് ഹൗസ് ഉണ്ട് കേട്ടോ. ആർക്കെങ്കിലും നടക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്നിട്ട് റെസ്റ്റ് എടുക്കാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഞങ്ങളുടെ ട്രെക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആദ്യം കുറച്ച് കണ്ടപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്ന് വിചാരിച്ചു. കാര്യം ഇത് കാണുമ്പോൾ പറ്റുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് മാത്രമല്ല, കുറച്ച് നടന്ന് മേലെ എത്തിയപ്പോൾ വലിയ വലിയ പാറയൊക്കെ കണ്ടപ്പോൾ ഒന്ന് പേടിച്ചു. പക്ഷെ ഓക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ നടന്ന് കുറച്ചൊന്ന് എത്തുമ്പോൾ എന്നുവെച്ചാൽ താഴെ നിന്ന് തന്നെ അത് വിസിബിൾ ആണ്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭദ്രകാളി അമ്മൻ്റെ ഒരു ക്ഷേത്രമുണ്ട്. കൂടാതെ മൂകാംബിക ദേവിയുടെ മൂലസ്ഥാനവും ഇവിടെയാണ്. ഇതിന് ഓപ്പോസിറ്റ് ആണെങ്കിൽ തിരുമേനിമാർക്ക് താമസിക്കാനുള്ള സൗകര്യമൊക്കെ അവർ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു അമ്പലക്കുളമൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇവിടുന്ന് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു സൂപ്പറായിരുന്നു. ഇത് ശരിക്കും ഒരു 4:45 സമയത്താണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ നടന്ന് കുറച്ച് എത്തിയപ്പോഴത്തേക്ക് ചെറുതായിട്ട് കിതയ്ക്കാനൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ഈ നല്ല നല്ല വ്യൂസ് ഒക്കെ കാണുമ്പോൾ നമ്മൾ ഈ നടക്കുന്നതിന്റെ കഷ്ടപ്പാട് അത് അങ്ങനെ പോകും കേട്ടോ. എൻ്റെ കയ്യിലുള്ള ഷോൾഡർ ബാഗിനകത്ത് അത്യാവശ്യം നിറയെ സ്നാക്സും വെള്ളവും ഒക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പ്രിക്കോഷൻ പോലെ എന്തെങ്കിലും പെട്ടെന്നൊന്ന് വയ്യാണ്ട് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും കഴിക്കണമെങ്കിലോ കുടിക്കണമെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അത്യാവശ്യം സ്നാക്സ് ഒക്കെ എടുത്തിട്ടാണ് വന്നത്. അങ്ങനെ കുറച്ചെത്തിയപ്പോഴത്തേക്ക് ഒന്ന് എനർജി ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറച്ച് സ്നാക്സ് എന്ന് വെച്ചാൽ വലുതായിട്ടൊന്നുമല്ല, എന്തെങ്കിലുമൊക്കെ കഴിച്ച് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങൾ ഇവിടെ ഇരുന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങളുടെ ഫർദർ ആയിട്ടുള്ള യാത്ര കണ്ടിന്യൂ ചെയ്യുന്നത്. ഈ കുടജാദ്രിയിൽ വരാൻ ബെസ്റ്റ് ടൈം എന്ന് പറയുന്നത് മൺസൂൺ സീസൺ തന്നെയാണ് കേട്ടോ. അപ്പോഴാണ് നമുക്ക് ശരിക്കും ഈ കോട പൊതിഞ്ഞ കുടജാദ്രി കാണാൻ പറ്റുക. ഇത് ശരിക്കും നല്ല പവറുള്ള ഒരു കുന്ന് തന്നെയാണ്. ഞങ്ങൾ ഏകദേശം ഇവിടെ എത്തിയപ്പോഴത്തേക്ക് നന്നായിട്ട് ടയർഡ് ആയിട്ടുണ്ടായിരുന്നു.
എന്താ പറയുക, പക്ഷേ അതും ഒരു എക്സ്പീരിയൻസ് അല്ലേ, അതും വിചാരിച്ച് അങ്ങനെ നടന്നു. കാരണം ഞങ്ങൾക്ക് ഓപ്പോസിറ്റ് വരുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ചോദിക്കും ഇനി എത്രയുണ്ട് എന്ന് ചോദിക്കും. അവർ പറയും വിഷമിപ്പിക്കാനൊന്നും പറയല്ല, നടന്നോളൂ കുറച്ചും കൂടി ഉണ്ട് പറയും. പിന്നെ ഇവിടെ കുറച്ചും കൂടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി ഒരു 800 മീറ്ററും കൂടി ഉണ്ട് പറഞ്ഞു. അപ്പം ചോദിച്ചാൽ 800 മീറ്ററോ, മൊത്തത്തിൽ 1.5 കിലോമീറ്റർ എന്നല്ലേ പറഞ്ഞുള്ളൂ, അപ്പം നമ്മൾ എത്രയും നടന്നുള്ളൂ എന്നുള്ളൊരു കൺഫ്യൂഷൻ വന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എനിക്ക് നല്ല സന്തോഷമായിട്ടോ. ഏകദേശം നമ്മൾ സർവജ്ഞപീഠം എത്താറായി എന്നുള്ളൊരു ഫീൽ എനിക്ക് കിട്ടി ഇവിടെ എത്തിയപ്പോൾ. അതുപോലെ തന്നെ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന വ്യൂ എന്ന് പറയുന്നത് അത്ര ബ്യൂട്ടിഫുൾ ആണ്. ഒരു പ്രത്യേക തരം വൈബാണ് ഇവിടെ കിട്ടുമ്പോൾ. ഒരു പോസിറ്റിവിറ്റി അറ്റ് ഇറ്റ്സ് പീക്ക് എന്ന് പറയില്ലേ, അത് തന്നെയായിരുന്നു. ഇതിൻ്റെ സൈഡിലൊക്കെ നല്ല കൊക്കയാണ് കേട്ടോ, കാലൊന്ന് വഴുതിയാൽ കഴിഞ്ഞു കാര്യം. അപ്പം ഇവിടെ വരുമ്പോൾ സാവധാനം നടക്കുക. അപ്പം ഞാൻ ഫോളോ ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഡിലേ ആയാലും കുഴപ്പമില്ല, നമുക്ക് ഫൈൻ കൊടുക്കാം, പക്ഷേ പതുക്കെ നടന്നു പോയി സേഫ്റ്റി ആയിട്ട് പോയി തിരിച്ചു വരാമെന്നുള്ളൊരു കാര്യമാണ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇവിടെ എത്തിയപ്പോഴത്തേക്ക് എൻ്റെ വാക്കിങ്ങിൻ്റെ സ്പീഡൊക്കെ കൂടി. കാരണം വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് ചെറുതായിട്ട് ഒരു വ്യൂ കിട്ടി തുടങ്ങി സർവജ്ഞപീഠത്തിൻ്റെ. അപ്പം നമ്മൾ എത്തി എന്നുള്ള ഒരു സന്തോഷത്തിൽ വാക്കിങ്ങിൻ്റെ സ്പീഡൊക്കെ കൂടി. ഇനി എത്രയും പെട്ടെന്ന് അവിടെ എത്തിച്ചേരണം എന്നുള്ള എന്താ പറയുക, ഒരു ലക്ഷ്യമായി. അങ്ങനെ പതുക്കെ സ്പീഡിൽ ഞാൻ നടക്കാൻ തുടങ്ങി. ആ ഒരു നടത്തത്തിലൊരു സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ശരിക്കും സൂപ്പറാണ്. ഇവിടെ ഞാൻ വന്ന് കയറി അവിടെ സർവജ്ഞപീഠം ഇരുന്നപ്പോൾ മൈൻഡിന് ഭയങ്കര ഒരു ഹീലിംഗ് പവർ കിട്ടിയ പോലെ തോന്നി. അങ്ങനെ ഫൈനലി ഞാനും സർവജ്ഞപീഠം കയറിയിരിക്കുകയാണ്. എന്തോ ഒരു പ്രത്യേക ഫീൽ തന്നെയാണ് കേട്ടോ. അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് കോഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഈ ഒരു എക്സ്പീരിയൻസും എനിക്ക് സൂപ്പറായിട്ട് തന്നെയാണ് തോന്നിയത്. മൺസൂൺ ടൈമിൽ വരുവാണെങ്കിൽ നമുക്ക് ഈ കോട പൊതിഞ്ഞ് നിൽക്കുന്ന സർവജ്ഞപീഠമൊക്കെ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ ഏർലി മോർണിംഗ് വരണം. ഞങ്ങളിവിടെ എത്തിയപ്പോൾ കുറേ ആൾക്കാരുണ്ടായിരുന്നു കേട്ടോ ഇവിടെ. പക്ഷേ ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങുമ്പം ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഞങ്ങളായിരുന്നു അവസാനത്തെ ആൾക്കാർ ഇവിടെ നിന്ന് ഇറങ്ങും. ഇവിടുന്ന് കിട്ടുന്ന ആ സൺസെറ്റിൻ്റെ വ്യൂ ഉണ്ടല്ലോ, എത്ര ബ്യൂട്ടിഫുൾ ആയിരുന്നെന്ന് പറയണം. അത്ര സൂപ്പറായിരുന്നു. ശരിക്കും കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് തോന്നും, പക്ഷെ നമ്മുടെ കയ്യിൽ അതിനു വേണ്ടി സമയമില്ലല്ലോ. അപ്പം അവർ നമുക്ക് 1.5 മണിക്കൂറെന്ന് പറഞ്ഞു. ഏകദേശം നമ്മളിപ്പോൾ ഒരു 2-2.25 മണിക്കൂറായിട്ടുണ്ട്. അങ്ങനെ പതുക്കെ ഞങ്ങൾ ഇറങ്ങി താഴെ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളെ കാത്ത് നമ്മളുടെ ജീപ്പിൻ്റെ ഡ്രൈവറും നമ്മളുടെ കൂടെയുള്ള 2 പേരും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളിനി പതുക്കെ കൊല്ലൂരേക്കുള്ള ഞങ്ങളുടെ യാത്ര ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം രാത്രിയിലുള്ള ഓഫ് റോഡിങ് എനിക്ക് ചെറുതായിട്ടൊരു പേടിയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഡ്രൈവേഴ്സൊക്കെ അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. പക്ഷേ വെട്ടമില്ലാത്ത സമയത്ത് ഉള്ള ഓഫ് റോഡിങ് എന്തോ എനിക്ക് കുറച്ച് പേടി തോന്നി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്താ പറയുക, അത് ശീലമാവെന്ന് പറയില്ലേ, അതുപോലെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഓക്കെ ആയിട്ട് തോന്നി എനിക്ക്. ഓവറോൾ ഈ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് സൂപ്പറാണ്. ഞങ്ങളുടെ ഇനി ഉള്ള പ്ലാൻ അനുസരിച്ച് നേരെ മൂകാംബിക ക്ഷേത്രത്തിൽ പോയിട്ട് രാത്രി ദർശനവും കഴിഞ്ഞിട്ടാണ് റൂമിലേക്ക് പോകാനുള്ള പ്ലാന്. പക്ഷേ ഞങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, പറ്റുമോ ഇല്ലയോ എന്ന്. ഞങ്ങൾ ഡ്രൈവറിനോട് ചോദിച്ചപ്പോൾ ഡ്രൈവർ പറഞ്ഞു എന്തായാലും 8:30 കഴിയും നമ്മൾ മൂകാംബികയിൽ എത്താനെന്ന് പറഞ്ഞു. 8:30-9 മണിയാവുന്ന ആളിങ്ങനെ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ. ക്ഷേത്രം 9 മണിക്ക് അടയ്ക്കുകയും ചെയ്യും. അപ്പോൾ നമുക്ക് രാത്രി ദർശനം കാണാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പം എന്തായാലും പറ്റുവാണെങ്കിൽ കാണാം, അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഫൈനലി ഞങ്ങൾ ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ഫൈൻ കൊടുക്കണം, ഡിലേ ഉണ്ട്. ഫൈനൊക്കെ കൊടുത്ത് നമ്മൾ തിരിച്ച് മൂകാംബികയിലേക്ക് പോകുകയാണ്. അങ്ങനെ ഞങ്ങളൊരു 8:30 ആയപ്പോഴത്തേക്ക് മൂകാംബികയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നേരെ പെട്ടെന്നൊന്ന് ഫ്രഷ്നപ്പായി ദർശനം കണ്ടിട്ട് കഷായവും കുടിച്ചിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. ശരിക്കും ഒരു ബ്ലെസ്ഡ് ഫീലിംഗ് ആണ്. ഞങ്ങളിന്ന് മൂകാംബികയിൽ രാവിലെ എത്തിയിട്ട് രാവിലെ ദർശനം കണ്ടു, ഉച്ചയ്ക്ക് ദർശനം കണ്ടു, അവിടുന്ന് അന്നദാനവും കഴിച്ചു, കുടജാദ്രിയിലും പോയി തിരിച്ച് വന്ന് രാത്രി ദർശനവും കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഡേ എൻഡ് ചെയ്യണത്.
ഒരു പോസിറ്റിവിറ്റി എന്ന് പറയത്തില്ല, അത്ര സൂപ്പർ ഒരു ട്രാവലായിരുന്നു ഇത്.